നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്തെ സ്വർഗത്തിലാണ്, ഭൂമിയിലാണ്. ഒന്നും മനസ്സിലായി കാണില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ശരിക്കും സ്വർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭൂമി എന്ന റെസ്റ്റോ ബാറിലാണ് നമ്മളുള്ളത്. നമ്മൾ മലയാളികൾ ആഗ്രഹിച്ച ഒരു റെസ്റ്റോ ബാർ, അത് നമുക്ക് സ്വന്തമാക്കി തന്ന രണ്ട് യുവ സംരംഭകരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഭൂമിയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, അകത്ത് പോയി കാണാം, അത് പറയുന്നതിനപ്പുറം കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഭൂമി. ഞാൻ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇവിടെ വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിതിനെ സ്വർഗം എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കൂ, തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കഴക്കൂട്ടത്ത് അല്ലെങ്കിൽ ഈഞ്ചക്കൽ ആണ് ഈ ഭൂമി ഉള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് എത്തുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ നമ്മുടെ ഒരുപാട് വണ്ടികളുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ, റോഡ് സൈഡിൽ തന്നെയാണ്, അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ശബ്ദമാണ്. നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രകൃതിയുടെ ഈ ശബ്ദം. അത് നോക്കൂ, അതിനുവേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു നീണ്ട ഒരു ആലോചനയ്ക്കൊടുവിൽ എങ്ങനെ ആളുകളിലേക്ക് ഇത് എത്തിക്കാം, ആളുകൾക്ക് ഇത്തരത്തിലൊരു സ്പേസ് കൊടുക്കാമെന്ന് വളരെയധികം ചിന്തിച്ച്, ഒരുപാട് നാളെടുത്ത് ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് സ്വർഗമല്ല എന്ന് ആരും പറയില്ല. അതുപോലെ ഒരു ആംബിയൻസ് ആണ് കാണുന്നത്. ഇവിടെ ഫോട്ടോ സ്പോട്ട് അടക്കമൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റോ ബാർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരിടം എന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയണം. ഒരേക്കറിൽ താഴെ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു സ്പോട്ട് മലയാളികൾക്കായി സമ്മാനിച്ചതിന് അവരോട് ശരിക്കും നന്ദി പറയണം. നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് അതിഥികളായി വരുന്ന, നമ്മളെപ്പോഴും കേരളം എന്ന് പറയുമ്പോൾ ആതിഥേയത്വത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ അതിഥികളായി വരുന്നവരെ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ഈ ഭൂമിയിലൂടെയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് ചോദിക്കാം. അത് ഏറ്റവും സന്തോഷകരമായ കാര്യം അതിന് പിന്നിൽ രണ്ട് യുവ മനസ്സുകളാണ് എന്നുള്ളതാണ്. സംരംഭകത്വത്തിലേക്ക് കാലെടുത്ത് വെച്ച, അതേസമയം വ്യവസായ ഫാമിലിയിലൊക്കെ ജനിച്ച ഒരാളാണ് ഇതിന് പിന്നിൽ. അവർ രണ്ടുപേരും നമുക്ക് പരിചയപ്പെടാം. രേഷ്മയും നന്ദുവും. ഹായ്. ഹലോ. ആദ്യം തന്നെ രണ്ടുപേരോടും ഞാൻ താങ്ക് യു പറയുന്നു. കാരണം ഞാൻ ഇൻട്രോ പറഞ്ഞു വന്ന പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളെ എവിടെ കൊണ്ടുപോകാൻ ട്രിവാൻഡ്രത്ത് ചോദിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരിടം ഭൂമിയാണ്. എങ്ങനെയാണ് അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയാനും ഇഷ്ടം പോലെ ഉണ്ട്, വാതോരാതെ പറയാനുണ്ട്. എങ്ങനെയായിരുന്നു ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? ഇപ്പം ഈ പറഞ്ഞ അതേ ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ പല സിറ്റീസിലും സെറ്റിൽ ആയവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത്, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ എവിടെ പോകാനാ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസും ഇല്ലല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നീ ചോദ്യം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മളാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും വി സീ സോ മച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ അതർ സിറ്റീസ്. എന്തുകൊണ്ട് നമുക്ക് ഇതിവിടെ ചെയ്തുകൂടാ എന്നൊരു തോട്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് കൺസീവ് ചെയ്യാനുള്ള കാര്യം. ഒരു കാമായിട്ടുള്ള സ്ഥലം, അതും ഇത്രയും ട്രാഫിക് ഒക്കെ ഉള്ള ഒരു അടുത്തുനിന്ന് ഞാൻ പറയുന്നു, ആ കഥകൊന്ന് അടച്ചു കഴിഞ്ഞാൽ, ആ വാതിലൊന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്നത് നേച്ചറിന്റെ ഒരു ശബ്ദമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ്. ഈ കൺസെപ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും വാശി എവിടെയായിരുന്നു? എന്ത് ആളുകൾക്ക് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? അതായത് ആൾക്കാർക്ക് ബേസിക്കലി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കിടെക്റ്റുമായിട്ട് ആദ്യത്തെ ഇനിഷ്യൽ മീറ്റിംഗ് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞത്. അതിനകത്ത് ആദ്യം പറഞ്ഞ സാധനം ഇതാണ്. അതായത് നമുക്കിത് അത്യാവശ്യം ഒരു കയറി വരാൻ നേരത്ത് അകത്ത് എന്താണ് എന്ന് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വലിയ മതിൽ വേണം. അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകത്ത് എത്തിയത് തോന്നണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് കൂടുതലും പറയുന്ന കാര്യം അതാണ്. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനൊരു സ്ഥലമാണ് എന്നുള്ളതാണ്. സോ അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇനിഷ്യൽ തോട്ട്. അതായത് ആൾക്കാർക്ക് വരാനും അൺവൈൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും
ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. മോർ ദാൻ എ ഫുഡ് എക്സ്പീരിയൻസ്, റെസ്റ്റോറൻറ്റിന് ഉപരി നമുക്കതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് വന്നിട്ട് ഒരു ഫാമിലി ഇപ്പോൾ ഒരു ഡിജിറ്റൽ എറയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞ സമയമാണ്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന നമ്മുടെ ഫോണിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് തോന്നുന്നു. ഞങ്ങളുടെ കോൺസെപ്റ്റ് വൈസ് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ട് ദേ ആർ സ്പെൻഡിങ് സോ മച്ച് ടൈം ഹിയർ. അപ്പോൾ അതിനകത്ത് അവർ കുട്ടികളാണെങ്കിലും ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുക, അതിൻ്റെ പുറയിൽ പേരൻസ് ഓടി നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് വാട്ട് എവർ വി ആർ എൻവിഷൻഡ് അത് നടന്നു. അപ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ട്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ, മാനസികം കൂടിയാണ് കേട്ടോ. കുറേയൊക്കെ മനസ്സിൻ്റെയും കൂടി ഒരു കാര്യമുണ്ട്. കാരണം അവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് ആ വാതിലിന് അവിടെ വരെ വരുമ്പോൾ ഒരു ചൂടാണ് മൊത്തത്തിൽ നമ്മുടെ ബോഡി ഹീറ്റായിട്ടിരിക്കുക. പക്ഷെ ഇവിടെ വരുമ്പോൾ നോക്കൂ, ഇവിടെ AC ഒന്നും അല്ല, ഓപ്പൺ ആണ്, മുകളിൽ വശം ഓപ്പൺ ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ മെന്റലി അങ്ങനെയാണ് അല്ലെ, റിലാക്സ്ഡ് ആവുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ആ ഒരു ട്രാഫിക്കും ആ ഒരു ശബ്ദവും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എല്ലാം ഇവിടെ കട്ടാവും. അത് ഈ പറഞ്ഞ പോലെ മാനസികമാണ്, പിന്നെ ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണല്ലോ. അപ്പൊ അതിന്റെ നല്ലതായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇവിടെ ഈ സ്പേസിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും ഇതിന്റെ ഒരു ഇന്റീരിയർ ആണ് ഏറ്റവും പ്രധാനം. നേരത്തെ നന്ദു പറഞ്ഞ പോലെ നമ്മളൊരു റെസ്റ്റോറന്റ് അല്ല ഇവർ ഉദ്ദേശിച്ചത്. ഇവർ ഉദ്ദേശിച്ച സാധനം കിട്ടിയവർ ഒരുപാട് പേര് നിങ്ങളിലേക്കൊക്കെ ഇപ്പൊ റീലായിട്ടൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നവരല്ലേ. അവർ തന്നെ പറയുന്നു വലിയ പ്രൊമോഷൻസ് ഒന്നും കണ്ടില്ല ഭൂമി വരുമ്പോ. മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഇൻഫാക്ട് ഇവിടെ വരുന്ന മാർക്കറ്റ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ വരുന്നവർ തന്നെയാണ് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളാണെങ്കിലും വരുമ്പോൾ ശ്രദ്ധിക്കുന്നു എനിക്കറിയത്തില്ല. ബോർഡ് ആസച്ച് പോലും ഞങ്ങൾ വളരെ ചെറിയൊരു ബോർഡാണ്. സോ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന ആൾക്കാരാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും എല്ലാ ആൾക്കാരും ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്റീരിയർ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ. ശരിക്കും ഇത് എല്ലാവരും കാണിക്കണം. എനിക്കിത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്തുന്നത് അറിയില്ല. തിരുവനന്തപുരത്ത് വരുന്നവർ, തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരുന്നോളൂ, തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടും വരണം എന്ന് നമ്മൾ മസ്റ്റ് ട്രൈ പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. കുറച്ചേരം ഇവിടെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇത്. നമ്മൾ ഒരു സ്വപ്നം നമുക്കുണ്ട്, അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ കുറേ വെല്ലുവിളികളൊക്കെ നമുക്കുണ്ടാകും. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നതിന് നമ്മളൊരു ഒരു ടൈം പീരീഡ് എടുത്തു കാണുമല്ലോ. അത് എത്രയായിരുന്നു? പ്രത്യേകിച്ച് നിങ്ങൾ ഭയങ്കര യങ് ആയിട്ടുള്ള ആളുകളാണ്. പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഫുൾ സ്റ്റേജിലോട്ട് എത്തിയത്. അതെ, അപ്പോൾ അതിന്റെ ഡിസ്കഷനും ഇതിലോട്ട് എത്താനുള്ള സമയം തന്നെ 1 വർഷം എടുത്തു. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ച് ലേബറാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എൻവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാൻ ഫോഴ്സ് ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സ്ട്രഗിൾ. അപ്പോൾ അതിനാണ് ഇത്രയും ടൈം എടുത്തത്. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോൺസ്, മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനും ഇവിടെ എത്തിക്കാനും അതും ഒരു ടൈം ഡിലേ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കൊരു ടൈലിട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും സ്റ്റോൺ കൊണ്ടുവന്നു, രാജസ്ഥാനിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്നു. പിന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ലേബർ അത് ഐഡന്റിഫൈ ചെയ്യാനും ഒത്തിരി ടൈം എടുത്തു. അപ്പം അങ്ങനെ ഇവിടെ വലിയ വലിയ ബോൾഡേഴ്സ് ഉണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തതാണ്. ഈവൻ ഈ കാണുന്ന ചെടികൾ പോലും ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇതിനകത്ത് 2-3 ചെടി, ഒരു മരം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മളിവിടെ നമ്മൾ ആദ്യം ചെയ്തത് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് ബേസിക്കലി ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ആദ്യം ചെയ്തത് നമ്മൾ ഇതെല്ലാം ചെടികൾ നടുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെയാണ് ബാക്കിയുള്ള പണി തുടങ്ങുന്നത്. സോ ആ സമയം കൊണ്ട് അത് ഇച്ചിരി ലക്ഷമായി വന്നു. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് തോന്നുന്ന കാര്യം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് എന്ന് തോന്നുന്നു. ബട്ട് അത് കേൾക്കുമ്പോൾ സന്തോഷം. അതിനകത്ത് നമ്മളും ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ലോക്കലി ഉള്ള ഈ പറയുന്ന ബ്ലൂപ്പി, അതായത് നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് അശോകമരം, അങ്ങനെയുള്ള ചെടികളാണ്. അതായത് യൂഷ്വലി ലാൻഡ്സ്കേപ്പിംഗ് യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ കണ്ടംപററി ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ആ സാധനങ്ങളൊന്നും എടുക്കാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്ന നമ്മുടെ ടെറൈനുമായിട്ട് സൂട്ടബിൾ പണ്ട് കണ്ടിരുന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലെൻഡഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു സാധനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.